വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയെ വിഷ്ണു വെല്ലുവിളിക്കുകയാണ്. ഈ സത്യഭാമ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്നല്ലാതെ വെറും മണ്ണിൽ ചവിട്ടി നിന്ന് ഈ വിഷ്ണു ഒന്ന് അധ്വാനിച്ച് നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കട്ടെ, ഇത് വിഷ്ണുവിൻ്റെ ശബ്ദമാണ് എന്നിങ്ങനെ പറയുമ്പോൾ മോനെ നീ ഒരുപാട് പാടുപെടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭാമ കളിയാക്കുകയാണ്. അന്നേരം അതൊക്കെ സംഭവിക്കട്ടെ, എന്തായാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്നിങ്ങനെ ഇതേ സത്യഭാമയുടെ മകൻ തന്നെയാണല്ലോ ഈ വിഷ്ണുവും, അപ്പോൾ ഞാൻ ശ്രമിച്ചാലും നടക്കും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അതേസമയം സങ്കടത്തോടെ രാഘവൻ നായർ പറയുകയാണ്, മോനെ നീ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അച്ഛൻ്റെ ചങ്ക് പറഞ്ഞു പോകും, എന്നാലും സാരമില്ലടാ, നീ ഇപ്പോൾ എടുത്തത് ആണത്വം തന്നെയാണ്, ആണിൻ്റെ തീരുമാനം തന്നെയാണ് നീ എടുത്തത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുകയല്ല, ഇങ്ങനെ ചേർത്ത് പൊതിഞ്ഞു പിടിക്കുന്നത് തന്നെയാണ് ആണത്വം. നീ നന്നാവും, നീ ഇപ്പോൾ എടുത്തത് ഉചിതമായ തീരുമാനം തന്നെയാണ്, മോൻ പൊയ്ക്കോ എന്നിങ്ങനെ രാഘവൻ നായർ സങ്കടത്തോടെ പറയുകയാണ്. അന്നേരവും അങ്ങ് വിഷ്ണുവിനെ കളിയാക്കി പരിഹാസ ഭാവത്തിൽ തന്നെ സത്യഭാമ നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമയേക്കാൾ ഈ വിഷ്ണു വലുതാകും എന്ന് പറഞ്ഞ് ഭാമയെ വിഷ്ണു വെല്ലുവിളിച്ച ശേഷം രാഘവൻ നായരുടെ അടുത്തേക്ക് ചെന്ന് അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞ് കാൽ തൊട്ട് വന്നിക്കുകയാണ്. അന്നേരം എൻ്റെ അനുഗ്രഹം മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമോ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക എന്ന സങ്കടത്തോടെ രാഘവൻ നായർ പറഞ്ഞ് വിഷ്ണുവിനെ അനുഗ്രഹിക്കുന്നുണ്ട്. തുടർന്ന് ഭാമയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ വരുന്ന വിഷ്ണു ഇങ്ങനെ ഭാമയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത അനുഗ്രഹം എനിക്കും വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശാലിനിയുടെ കയ്യിൽ നിന്നും ആ ബാഗ് വാങ്ങിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് പോകാം എന്ന് പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് കുഞ്ഞുമായിട്ട്. അതേസമയം സുസ്മിത ചിന്തിക്കുകയാണ്, ഈശ്വര ഇതിപ്പോൾ കുഴപ്പമായല്ലോ, വിഷ്ണുവേട്ടൻ എന്തിനാ ഇവരുടെ കൂടെ പോകുന്നത്, തടയാൻ ഒരു മാർഗവും ഇല്ലല്ലോ എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് പിള്ളയെന്ന് ഇങ്ങനെ രാഘവൻ നായർ ദേഷ്യത്തോടെ വിളിക്കുകയാണ്. തുടർന്ന് പിള്ള രാഘവൻ നായരെ ഉമ്മറത്തേക്ക് കൊണ്ടിറക്കുന്നുണ്ട് വീൽ ചെയറിൽ. തുടർന്ന് ഭാമയും സുസ്മിതയും ഒക്കെ ഇറങ്ങുകയാണ്. ഈ സമയത്ത് വിഷ്ണു ശാലിനിയുടെ കയ്യിലിരുന്ന ആ ബാഗ് എടുത്ത് ജീപ്പിൻ്റെ പുറകിലേക്ക് വെച്ച ശേഷം ശാലിനിയോട് ജീപ്പിലേക്ക് കയറാൻ പറയുന്നുണ്ട്. ജീപ്പിലേക്ക് കുഞ്ഞുമായിട്ട് ശാലിനി ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും ജീപ്പിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതേസമയം പുറത്തേക്ക് വന്ന ഭാമ ദേഷ്യത്തോടെ പറയുകയാണ്, സത്യഭാമയുടെ പണവും പേരും പ്രശസ്തിയും ഒന്നും നിനക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത്, സത്യഭാമയുടേതാണ് ഈ ജീപ്പ് എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അന്നേരം ഭാമയെന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുകയാണ്. പക്ഷെ അവിടെയൊന്നും ഭാമയ്ക്ക് ഒരു മൈൻഡുമില്ല. തുടർന്ന് ആകെ വിഷമിച്ച് ഇങ്ങനെ ശാലിനി സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് ആ സീറ്റിലിരുന്ന്. തുടർന്ന് വിഷ്ണു അങ്ങ് വണ്ടി ഓഫ് ചെയ്യുകയാണ്. തുടർന്ന് സങ്കടത്തോടെ വിഷ്ണു ശാലിനിയോട് ഇറങ്ങാൻ പറയുകയാണ്. അന്നേരം ജീപ്പിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ശാലിനി ഇറങ്ങുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇറങ്ങിയ ശേഷം ആ ജീപ്പിൻ്റെ താക്കോല് ആ ജീപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട്. തുടർന്ന് എല്ലാവരെയും ഒരു നിമിഷം നോക്കിയ ശേഷം വിഷ്ണു തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഊരുകയാണ്. എന്നിട്ട് ജീപ്പ് മാത്രമല്ല, അതെ ഇതും സത്യഭാമയുടെ പണം കൊണ്ടുണ്ടാക്കിയ തന്നെയാണെന്ന് പറഞ്ഞ് താക്കോലിൻ്റെ അടുത്തേക്ക് ആ മാലയും ഊരി വയ്ക്കുകയാണ്. അന്നേരം ആകെ സങ്കടപ്പെട്ട് രാഘവൻ നായർ ഇരിക്കുകയാണ്. തുടർന്ന് ഭാമ പറയുകയാണ്, നീ ഇപ്പോൾ ജീപ്പും മാലയും മാത്രമൊന്നുമല്ല, നീ ഇപ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ഈ പെണ്ണുണ്ടല്ലോ അതും സത്യഭാമയുടെ പണം കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ്, ഇട്ട് മൂടാൻ പണമില്ലെങ്കിൽ പിന്നെ നിന്നെ ആർക്ക് വേണമെടാന്നിങ്ങനെ ദേഷ്യത്തോടെ അഹങ്കാരത്തോടെ ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണ്. അത്രയും അമ്മ അപമാനിക്കുമെന്നൊന്നും വിഷ്ണു അന്നേ വരെ കരുതിയില്ല. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, വിഷ്ണുവേട്ടൻ എന്തൊക്കെ കാണിക്കുന്നത്, ശാലിനി ഇറക്കി വിട്ടിട്ട് വിഷ്ണുവേട്ടൻ ഇവിടെ നിന്നാൽ പോരെ, വിഷ്ണുവേട്ടൻ എന്തിനാ കൂടെ പോകുന്നതെന്നൊക്കെ സുസ്മിത ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ആ വിഷ്ണുവിൻ്റെ സങ്കടമൊക്കെ കാണുമ്പോൾ രാഘവൻ നായർക്ക് അങ്ങ് കരച്ചിൽ വരികയാണ്. തുടർന്ന് ഭാമ അങ്ങ് പറയുന്നുണ്ട്, പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മുട്ടി വിളിക്കുമ്പോൾ നീ കൂടെ കൊണ്ടുപോകുന്ന പെണ്ണ് എത്ര കാലം നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ ശാലിനി അങ്ങ് അന്തമിട്ടിരിക്കുകയാണ് ഭാമ അങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട്. തുടർന്ന് രാഘവൻ നായർക്ക് ആകെ ദേഷ്യം വരികയാണ്. രാഘവൻ നായർ പറയുകയാണ്, ഭാമേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിന്നോട് അകത്തേക്ക് കയറിപ്പോകാനാണ് പറഞ്ഞത് എന്നിങ്ങനെ ദേഷ്യത്തോടെ അങ്ങ് ആക്രോശിക്കുമ്പോൾ ഭാമയ്ക്കൊരു കുലുക്കവുമില്ല. പക്ഷെ ഒന്നുകൂടി രാഘവൻ നായർ പറയുന്നുണ്ട്, നീ അകത്തേക്ക് കയറി പോകുന്നുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഞാനും കൂടി ഇവരുടെ കൂടെ പോണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കൂടി ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു നിമിഷം അങ്ങ് ദേഷ്യത്തോടെ നിന്ന ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിതയും ഭാമയുടെ പിറകെ പോകുന്നുണ്ട്. ഇതേസമയം രാഘവൻ നായർക്ക് അങ്ങ് സങ്കടവും കരച്ചിലും ഒക്കെ വരികയാണ്. രാഘവൻ നായർ പറയുകയാണ്, മോളെ അച്ഛന് കൈകൂപ്പാനായിട്ട് സാധിക്കില്ല, എന്നാലും ഭാമ ചെയ്ത തെറ്റിന് മോളോട് അച്ഛൻ മാപ്പ് ചോദിക്കുകയാണ് എന്നിങ്ങനെ വിങ്ങി പൊട്ടി അങ്ങ് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം സാറേന്നും പറഞ്ഞ് പിള്ള ഇങ്ങനെ തോളി പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കാണേണ്ടത് തന്നെയാണ് രാഘവൻ നായരുടെ അഭിനയം. അന്നേരം ശാലിനിക്കും വിഷ്ണുവിനും ഒക്കെ സങ്കടം വരികയാണ്. അന്നേരം അച്ഛാന്നൊക്കെ ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം മോനെ നിന്നോടും ഞാൻ മാപ്പ്
ചോദിക്കുകയാണെന്നൊക്കെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരവും സങ്കടം അങ്ങ് ഉള്ളിൽ കടിച്ചമർത്തി പോട്ടെ, അതൊക്കെ പോട്ടെ അച്ഛാന്നിങ്ങനെ അങ്ങ് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് ആ ജീപ്പിൻ്റെ ബാക്ക് സീറ്റിൽ നിന്നും ആ ബാഗ് എടുത്ത ശേഷം ശാലിനിയുടെ കൈയും പിടിച്ച് സത്യഭാമയുടെ വീട്ടിൽ നിന്നും സങ്കടത്തോടെ ഇറങ്ങുകയാണ് വിഷ്ണു. അത് കണ്ട് ആകെ വിങ്ങി പൊട്ടുന്നുണ്ട് രാഘവൻ നായർ. തുടർന്ന് വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് ശാലിനി നടന്നു പോകുമ്പോഴും അന്ന് സത്യഭാമ തന്നോട് സ്നേഹത്തോടെ പെരുമാറിയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. താക്കോല് കൊടുത്തതും ശാന്തിമുഹൂർത്തത്തിന് അനുഗ്രഹിച്ചയച്ചതും മാപ്പ് പറഞ്ഞതും ഒക്കെ ഓർത്ത് ശാലിനി അങ്ങ് സങ്കടപ്പെടുകയാണ്. വിഷ്ണുവും അതേപോലെ അമ്മയുമായിട്ടുള്ള നല്ല സ്നേഹ നിമിഷങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടാണ് ശാലിനിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ അങ്ങ് വിങ്ങി പൊട്ടുന്ന രാഘവൻ നായരെ ആശ്വസിപ്പിക്കാനായിട്ട് പിള്ള ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രാഘവൻ നായരുടെ സങ്കടം കാണുമ്പോൾ പിള്ളയ്ക്ക് വരെ കരച്ചിൽ വരികയാണ്. ഇതേ സമയം സുസ്മിതയാണെങ്കിലോ പ്രീതിയുടെ റൂമിലേക്ക് ചെന്നിട്ട് കസേരയൊക്കെ നീക്കി പ്രീതിയുടെ ബെഡിന് അടുത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് അങ്ങ് ഒരു ക്രൂര മുഖഭാവത്തോടു കൂടി അങ്ങ് പഞ്ചകൈലാസത്തിൽ വച്ച് പ്രീതിയുടെ തല പാറക്കല്ലിലേക്ക് ഇടിച്ചതും പിന്നീട് വീട്ടിൽ വന്ന ശേഷം പ്രീതിയെ തലേണ കൊണ്ട് മുഖമർത്തി കൊല്ലാൻ നോക്കിയതും ഒക്കെ അങ്ങ് ഓർത്തങ്ങ് ചിരിച്ച് സന്തോഷിച്ച് ഒരു പ്രതികാര ഭാവത്തോടു കൂടി കുറേ നേരം പ്രീതിയെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം റോഡിലൂടെ ശാലിനിയെ കൊണ്ട് നടന്നു പോകുന്ന വിഷ്ണു ആണെങ്കിലോ അങ്ങ് ചിരിക്കുകയാണ്. ചിരിച്ചങ്ങ് ചുറ്റുമൊക്കെ നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ തട്ടി ചോദിക്കുകയാണ്, എന്തിനാ ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ചിരിക്കുകയല്ലാതെ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ സത്യഭാമയുടെ മകൻ എന്ന ഒരു പട്ടമൊക്കെ ഉപേക്ഷിച്ച് ആടയാഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ച് അകമ്പടി സേവയും പരിവാരങ്ങളും ഒന്നുമില്ലാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സുഖം എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു അങ്ങ് നടക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ ഇറങ്ങേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ കൂടെ ഭാരമായിട്ടൊരു പെണ്ണും ഒരു കൈക്കുഞ്ഞും എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം ആ നിമിഷം അതൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇതൊരാവശ്യം, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. സത്യഭാമയുടെ മകൻ എന്നല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദിക്കണം എന്നതോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇനി അതൊന്നും താനിപ്പോൾ പാറുവിനെ എടുത്തിരിക്കുന്നല്ലോ, താനിക്കൊരു ഭാരമായിട്ട് തോന്നുന്നില്ലല്ലോ, അതുപോലെ തന്നെയാണ് എനിക്ക് താനും എന്നൊക്കെ വിഷ്ണു അങ്ങ് പറഞ്ഞവർ നടന്നു പോവുകയാണ്. അന്നേരം ഇനി എവിടേക്കാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ എന്തായാലും തൽക്കാലം ഉത്തരമില്ല. സത്യഭാമയുടെ മകൻ എന്ന ലേബൽ ഇല്ലാത്ത ഒരിടത്തേക്ക് വേണം പോകാൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയുടെ ആ ബാഗിൽ നിന്ന് ഫോൺ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം ബാഗിലുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ എടുക്കുന്നുണ്ട്. വിഷ്ണു കമലിനെയാണ് ഫോൺ ചെയ്യുന്നത്. എടാ അപ്പോൾ നീ ഇപ്പോൾ എവിടെയാണ്, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്താ ആശാനെ അങ്ങനെ ഒരു സംസാരം, ആശാനെ എപ്പോൾ എവിടെ കാണണമെന്ന് പറഞ്ഞാൽ മതി, ആ നിമിഷം ഞാൻ അവിടെ എത്തുമെന്ന് കമലൻ പറയുന്നുണ്ട്. അന്നേരം അതല്ലടാ എൻ്റെ ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ല എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ആശാനെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം എങ്കിൽ ഞാൻ ദാ എത്തിയെന്നും പറഞ്ഞ് കമലൻ ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് ഫോൺ വെച്ച വിഷ്ണു ശാലിനി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അതെ ഈ സത്യഭാമയുടെ മകൻ എന്ന ലേബൽ ഇല്ലാതെ ഉണ്ടായ സുഹൃബന്ധമാണ് കമലൻ. ഞാൻ തന്നോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കോഴിക്കറിയുടെ കഥയല്ലേ എന്ന് പറഞ്ഞ് ശാലിനിയും ചിരിക്കുകയാണ്. അന്നേരം അത് തന്നെ, വാ പോകാമെന്നും പറഞ്ഞ് അവർ വീണ്ടും നടക്കുകയാണ്. തുടർന്ന് ശാലിനി മുന്നോട്ട് നടക്കുമ്പോൾ ശാലിനിയുടെ ചെരുപ്പ് പൊട്ടുകയാണ്. അന്നേരം ചെരുപ്പ് പൊട്ടിയല്ലോ വിഷ്ണുട്ടാന്നും പറഞ്ഞ് കുഞ്ഞിനെ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ചെരുപ്പ് കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് ഷാളിൽ നിന്ന് ഒരു പിന്നെടുത്ത് ശാലിനി അത് കുത്തുകയാണ്, രണ്ടും കൂടെ ചേർത്ത് വെച്ച് കുത്തുന്നുണ്ട്. അന്നേരം താൻ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം ഒരു സേഫ്റ്റി പിൻ കൊണ്ട് പുതിയൊരു ചെരുപ്പ് വാങ്ങാതെ രക്ഷപ്പെടാം, പാവപ്പെട്ട വീട്ടിൽ ജനിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. പിന്നെ ഒരു വർഷം കൂടി ഒരു കമ്പി പൊട്ടിയ കൂടെയൊക്കെ ഒരു 3-4 വർഷം ഉപയോഗിക്കാം, ഒരു ഇലാസ്റ്റിക് റിബൺ കൊണ്ട് സ്കൂൾ ബാഗ് വാങ്ങാതെ കഴിയാം എന്നൊക്കെ, ഇതൊക്കെ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചാലുള്ള ഗുണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. അന്നേരം തനിക്ക് ഇങ്ങനത്തെ റിപ്പയറിംഗ് ഒക്കെ അറിയാമോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുമ്പോഴേക്കും ആ ചെരുപ്പ് വീണ്ടും അങ്ങ് പിന്നെ കുത്തിയത് വീണ്ടും അങ്ങ് പൊട്ടിപ്പോവുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഒരു സേഫ്റ്റി പിന്നു കൊണ്ടെന്നോ അതിന് ശരിയാവില്ലടോ എന്നും പറഞ്ഞ് വിഷ്ണു അത് വാങ്ങിക്കുകയാണ്. അന്നേരം ഇനി ഇത് ഉപേക്ഷിച്ച് കളയാം, എല്ലാ ബാധ്യതകളൊക്കെ ഉപേക്ഷിച്ച് നടക്കുന്ന യാത്രയിൽ ചെരുപ്പ് മാത്രമായിട്ട് ഇനി ഒരു ബാധ്യതയാകണ്ട എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു ആ ചെരുപ്പ് ഇങ്ങനെ കയ്യിലിങ്ങനെ പൊക്കി തൂക്കി എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇതുപോലെയാണ് ഇപ്പോൾ സത്യഭാമയുടെ മുന്നിൽ വിഷ്ണുവിൻ്റെയും അവസ്ഥ. ചെരുപ്പ് വാറൊക്കെ പൊട്ടി തേഞ്ഞു തീർന്ന് ഉപയോഗശൂന്യമായൊരു പാഴ് വസ്തു എന്നിങ്ങനെ ചെരുപ്പ് നോക്കി വിഷ്ണു സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. അപ്പോൾ ഇനി കമലൻ വിഷ്ണുവിനും ശാലിനിക്കും പുതിയ താമസ സ്ഥലവുമൊക്കെ ഏർപ്പാടാക്കുമോ, അതോ ഇനി ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുമോ, പുതിയ ട്വിസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്